Moving on to the next panel discussion, let me welcome. നമുക്ക് ഈ ഒരു പാനലിന് 3 സ്പീക്കേഴ്സും ഒരു മോഡറേറ്റർ ആണുള്ളത്. And here we will be speaking on the topic AI in finance, innovation, risk and regulation. Good afternoon everyone. ഇന്ന് നമുക്ക് കിട്ടിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് AI in finance ആണ്. സോ ഇതിലെ ടോപ്പിക് AI എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ഇതിനകത്ത് തുടങ്ങി പോവാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ AI യൂസ് ചെയ്യാത്തതായിട്ട് ഈ ഇരിക്കുന്നതിൽ ആരും ഉണ്ടാവില്ല. ഈവൻ നമ്മൾ രാവിലെ ജസ്റ്റ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിനേക്കാൾ കൂടുതൽ AI ആയിരിക്കും യൂസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഐദർ ChatGPT, ക്ലോഡ്, ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാത്ത ഒരു ദിവസമെങ്കിലും ഒരു AI ടൂളെങ്കിലും യൂസ് ചെയ്യാത്ത ഒരാളും ഇതിനകത്ത് ഉണ്ടാവില്ല. ഫൈനാൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫോണിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന മെസ്സേജുകൾ 3 മിനിറ്റിൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ ലോൺ അപ്രൂവലാണ്. ഫൈനാൻസിൻ്റെ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അനലിറ്റിക്സിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ പാനലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് AI ഇൻ ഫൈനാൻസ് തന്നെയാണ്. ഇപ്പോൾ രാവിലെ മുതലുള്ള സ്പീക്കേഴ്സിൽ കുറേ പേര് AI-യുടെ ജോബുകളെ അല്ലെങ്കിൽ അതിൻ്റെ റിസ്കുകൾ, എങ്ങനെയൊക്കെ ജോബുകൾ ഓവറോൾ ചെയ്ത് പോകാമെന്നുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് കേട്ടു. അപ്പോൾ എങ്ങനെ നമുക്ക് AI-യുടെ കൂടെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും, അതിനുള്ള ഒരു നല്ലൊരു പാനലാണ് നമ്മുടെ കൂടെ ഉള്ളത്. മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സ് ഫൗണ്ടേഴ്സ് ഉണ്ട്, പിന്നെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ബിസിനസ് കൺസൾട്ടൻറ്റ്, സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ChatGPT-യിൽ ഒരു ദിവസം ഒരു പ്രോംപ്റ്റെങ്കിലും ചെയ്യാത്ത ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെപ്പോലും നമുക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന ഡാറ്റയിൽ നമ്മൾ ഫ്രീ, ChatGPT പറഞ്ഞ പോലെ ഭയങ്കര, അല്ലെങ്കിൽ എല്ലാ ടൂളുകളും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. വാട്ട് ഐ ബിലീവ് ഈസ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പ്രൊഡക്റ്റ് ഫോർ ഫ്രീ, വി ആർ ദ പ്രൊഡക്റ്റ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റിന് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ്. അതുപോലെ ഇനി അതില്ല, നമ്മൾ ഈ അഡാപ്റ്റീവ്നെസ് എപ്പോഴും AI-യുടെ അല്ലെങ്കിൽ ടെക്നോളജികളുടെ അഡാപ്റ്റീവ്നെസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആ ഫീൽഡിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു AI കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ചെയ്ത് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് ഇറങ്ങാൻ പോകുന്ന സ്റ്റുഡൻസിനോടും കൂടിയാണ് മേബൽ മാം ഒരു ഓപ്പണിൻ്റെ ഒരുപാട് ഫൗണ്ടേഴ്സ് സിൻസ് 2000 യു ആർ ഫൗണ്ടിങ് സോ മെനി സ്റ്റാർട്ടപ്സ്. സോ ഇപ്പോൾ ആസ് എ ഓൺട്രപ്രണർ ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഒരു മാഡത്തിന് വരുന്ന ഒരു CV-യിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പെർട്ടിക്കുലർലി ഇന്ന ആളെ ഈ ഇതിനകത്ത് ചൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് യു വിൽ ചൂസ് എ പേഴ്സൺ ആസ് യുവർ ടീം മെമ്പർ? സോ നേച്ചർ ഓഫ് വർക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം മുന്നേ വരെ ഞങ്ങൾ ചിലപ്പം എത്ര വർഷം എക്സ്പീരിയൻസ് ഒരാളുടെ ഉണ്ട്, അതോ നേരത്തെ ഏത് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഏത് സെഗ്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഹയറിങ് ക്രൈറ്റീരിയക്കകത്ത് വരുന്നത്. ഇപ്പം ഓണസ്റ്റ്ലി ഇൻ ദ പാസ്റ്റ് 3 to 6 months ഐ വുഡ് സേ ആൻഡ്രോപ്പിക് പോലത്തെ കമ്പനീസ് കുറേ ടൂൾസ് ഇറക്കി വിത്ത് വിച്ച് എനി വൺ ക്യാൻ ബിൽഡ് എ സോഫ്റ്റ്വെയർ, എനി വൺ ക്യാൻ ബിൽഡ് എ പ്രൊഡക്റ്റ്. അതായപ്പം വി ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ, our hiring criteria changed a lot. We're looking for people who are smart, who are intelligent, who have logic, who have thinking abilities, who can do critical thinking. അതാണ് ഒരു മാതിരി ഹയറിങ് സീൻ മൊത്തത്തോടൊന്ന് മറിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരിത്. ഇപ്പം നേരത്തെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പം നൗഫൽ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഒരാൾ ChatGPT വെച്ചുകൊണ്ടോ ജെമിനി വെച്ചുകൊണ്ടോ ഒരു റെസ്യൂമേ ഉണ്ടാക്കി തരുമോ, അതിനകത്ത് തന്നിക്കുന്ന ആ ഡോട്ടഡ് ലൈൻസ് പോലും മാറ്റാൻ ലേസി ആയിട്ടുള്ള ആളാണ് ഇതുണ്ടാക്കി തരുന്നത്, വേഴ്സസ് someone who comes with a printed resume. Which one would you prefer? I would still prefer the person who has AI knowledge, because he's using his skills, his knowledge or tools to his own benefit, and that is a big advantage. Hiring someone who doesn't have any information on AI or using any of the AI tools to their advantage is a big no in this time and age, because the world has changed. The way companies work has changed. The way products have developed have changed. Got it. Thanks for that information. ആൻഡ് അപ്പോൾ ഈ ഒരു AI ഫീൽഡിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രോഡ് ഡിറ്റക്ഷൻ മുതൽ ഡിറ്റക്ഷൻസ്, അനലിറ്റിക്സ്, ഗവേണൻസ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് നമുക്ക് AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ മണി മ്യൂളിങ് പോലെ നമ്മുടെ അക്കൗണ്ട്സ് മ്യൂള് ചെയ്യുന്നത്, അതുപോലെ ഗവേണൻസിൽ, സ്ക്രീനിങ്ങിൽ, ഇപ്പോൾ എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ ഒരുപാട് ക്ലയൻസിൻ്റെ മേ ബി
അവരുടെ അക്കൗണ്ടിൽ ഒരു 4-5 കോടി രൂപയുണ്ടാവും. അമംഗ് ദാറ്റ് മണി മ്യൂളിംഗ് പോയിട്ട് ഒരു 4,000 റുപ്പീസ് ആയിരിക്കും മേ ബി അങ്ങനെ ത്രൂ വരുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ഒറ്റ ട്രാൻസാക്ഷൻ കാരണം അത് AI ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ കാരണം അവരുടെ അക്കൗണ്ടിലുള്ള എൻറ്റയർ എമൗണ്ട് ഫ്രീസ് ആയി പോവാണ്. അത് അവരുടെ ഓപ്പറേഷനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടത് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ AIയുടെ ഈ ഒരു പ്രൊസീജിയർ വിത്തൗട്ട് മേക്കിംഗ് എ കൺട്രോൾ, ഈ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് വിത്തൗട്ട് കൺട്രോൾ ഈസ് എ റിസ്ക്. ആ ഒരു റിസ്കിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസിൽ അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഇതുപോലെ വരുന്ന റിസ്കുകൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്പീഡിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിനൊരു കൺട്രോളബിൾ ആയിട്ട് AI യൂസ് ചെയ്യാം എന്നുള്ളതാണ് നൗഫൽ. Hi everybody. Thank you so much for this opportunity. അപ്പോൾ എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. അക്കൗണ്ട് മ്യൂൾ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ബിസിനസ് ആൾക്കാർക്കും ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആവലുണ്ട്, ഫ്രീസ് ആവലുണ്ട്, ഡെബിറ്റ് ഫ്രീസ് വരുന്നുണ്ട്. ദിസ് ഈസ് ബീങ് ഡൺ റാൻഡംലി ബൈ ദ ബാങ്ക്. ഇറ്റ് മീൻസ് അക്കൗണ്ട് മ്യൂൾ പറഞ്ഞത് AI എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും, ഫ്രോഡലൻറ്റ് ആക്ടിവിറ്റി ഉള്ള അക്കൗണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തിട്ട് ബാങ്കിങ് സിസ്റ്റം വിൽ സ്റ്റഡി ദ ലെയേഴ്സ് ഓഫ് ദ അക്കൗണ്ട് ടു വിച്ച് ദ ഫണ്ട്സ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. അത് ഒക്കെ എല്ലാ അക്കൗണ്ടിനും ദേ വിൽ സ്റ്റാർട്ട് ഫ്രീസിങ്. ഇത് ജനറലി ആയിട്ട് ഇൻഡസ്ട്രി എവറിബഡി ഈസ് ഫേസിങ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോബ്ലം ദാറ്റ് വി ആർ ഫേസിങ് ഓൾ ടുഗെദർ ഇൻ ദ ഇൻഡസ്ട്രി. ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ്മാൻ ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ 5 കോടി പൈസ ഉണ്ടെങ്കിൽ ഐ മൈറ്റ് ഗെറ്റ് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ്സ് എവറി ഡേ. അതിൽ ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും ഒരു മ്യൂൾ അക്കൗണ്ടിന്നോ അല്ലെങ്കിൽ ലെയർ അക്കൗണ്ടിന്നോ വന്ന് കയറുന്നത്, വിച്ച് ഐ ഡു നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ. neither I will know that where this money is exactly coming from, because it is a layered transaction. So therefore സിസ്റ്റമാറ്റിക്കലി ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമ്മളെ കൺട്രിയിലില്ല ആസ് ഓഫ് നൗ. All that we get to know as a businessman is only when the accounts are getting frozen by the bank. ഒരു പ്രാവശ്യം ബാങ്ക് ഫ്രോസ് ആയതിൻ്റെ ശേഷമാണ് we get the notification that from the bank that your bank is frozen because the money has come from the mule account or from some suspicious fraudulent account. അപ്പോൾ for now we do not have any mechanism to to tackle the situation in advance. But all of this freeze, account freeze, is illegal in the sense a cyber cell policeman cannot request any bank to freeze any other bank account of any person in India without proper scrutiny and the direction from the magistrate. Magistrate direction തന്നാൽ മാത്രമാണ് a bank account can be frozen. So therefore all of this the account freezing is illegal, but bank doesn't have proper awareness of it. All of these banks are frozen under the sections of Nyaya Sahint Act. പുതിയ IPSൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ന്യായ സഹിത് ആക്ടിലാണ് ഈ ഫ്രീസ് നടക്കുന്നത്. ബട്ട് ഇൻ ന്യായ സഹിത് ആക്ട് there is no section which enables a common policeman to ask a bank or authority to freeze the account. It is only magistrate or the higher courts can initiate this. So therefore, the moment our account gets triggered by the freezing by the bank authorities or the banks, initially we can frame a letter to the bank that whatever the freeze is placed on my account is illegal, immediately to be lifted. If there is a lien on any fund, like ഒരു 5,000 or 10,000 രൂപയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ സസ്പീഷ്യസ് ഫണ്ടാണെങ്കിൽ യു ക്യാൻ ഓൺലി ഹോൾഡ് ദാറ്റ് ബട്ട് നോട്ട് ബിയോണ്ട് ദാറ്റ്. അത് ദാറ്റ് ക്യാൻ ബി എ റെമിഡി ഓർ ആക്ഷൻ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ക്യാൻ ബി ടേക്കൺ ആൻഡ് വി ആർ ഡൂയിങ് ദാറ്റ് ആൻഡ് ദ ബാങ്ക്സ് ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്. താങ്ക് യു. Got it. I hope you all understood. അതായത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പെർട്ടിക്കുലർലി ഇങ്ങനെ ലെയറിങ്ങിലോ അല്ലെങ്കിൽ മ്യൂളിങ്ങിലോ വന്നുള്ള പെർട്ടിക്കുലർ എമൗണ്ടിനെ അപ്പാർട്ട് ഫ്രം ദ ഡെബിറ്റ് ഫ്രീസ് ഓഫ് ദി എൻറ്റയർ അക്കൗണ്ട് we can mark a lien on the particular amount which came from the particular layered account, right sir? Okay. Beyond that, we want to go to Mr. Jithin. എനിക്ക് as a business consultant അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റ്
adoption, how you can take an adoption on your business since you got an idea over artificial intelligence അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കൽ ബെനിഫിറ്റ്സിൽ എന്തൊക്കെയാണ് അഡോപ്ഷൻ ഈ കഴിഞ്ഞ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഏത് പീരീഡ് ഓൺവേർഡ്സ് ആണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് സ്വന്തം ബിസിനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ആസ് എ സ്ട്രാറ്റജിസ്റ്റ്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഇൻ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് എന്ന് പറയുന്നത് തന്നെ പല വെർട്ടിക്കൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിൽ വലിയൊരു ശതമാനം ആൾക്കാരും ഒരു ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത്. ഇതിൽ ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഒരുപക്ഷെ ഇവരെ പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് പിയാൻഡലൊക്കെ അല്ലെങ്കിൽ മേ ബി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഒരു ഡോക്യുമെൻ്റായിട്ട് അവിടെ ഇരിക്കുകയല്ലാതെ പല ബിസിനസ്സുകാരും എന്ത് ചെയ്യലില്ല, ഈ ബാലൻസ് ഷീറ്റ് നോക്കലില്ല. പക്ഷേ ഇതേ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്കൊരു AI സപ്പോർട്ടോട് കൂടെ എന്താണ് അതിൻ്റെ അനലൈസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ എനിക്കത് റീഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് പോസിബിൾ. മേ ബി അതിൻ്റെ ഒരു ആക്യുറസിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വ്യത്യാസങ്ങളും ചലഞ്ചസും ഉണ്ട്. എങ്കിലും ഇത്തരത്തിൽ ഈച്ച് ആൻഡ് എവറി കോർണറിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ബിസിനസ് ഫൈനാൻസ് പ്രോപ്പർ ആണെങ്കിൽ പോലും പേഴ്സണൽ ഫൈനാൻസ് പല ബിസിനസ്സുകാരുടെയും വീക്കാണ്. അത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം, അത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട്. ഇതിനെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ അങ്ങനെ ഈ നമ്മൾ വളരെ ഡെപ്തിൽ AI എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ പ്രോസസ്സിനെ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ നമ്മുടെ ഓൺട്രപ്രണറിയൽ ജേണിയിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നിരവധി ഓപ്പർച്യൂണിറ്റിയുടെ ഉണ്ട്. പലപ്പോഴും ഇതിൻ്റെ പ്രോസസ് ഓട്ടോമേഷൻ, ഇപ്പം പല സ്ഥാപനങ്ങളുടെയും SOPs അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിനെ ട്രാക്ക് ചെയ്യുന്നത് ഇപ്പം ഈവൻ ക്ലിക്കപ്പ് പോലെയുള്ള പല പ്ലാറ്റ്ഫോമുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് വേറെ ഒരു സ്റ്റാഫ് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സിൻ്റെ ഏരിയ ഒരു സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ റിപ്പോർട്ടിങ്ങിനെ ട്രാക്ക് ചെയ്യുന്ന ലെവലിൽ, ഇങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ലെവലിൽ വളരെ അവൈലബിളായ ടൂൾസ് AI ടൂൾസ് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇതിനകത്ത് പല ചലഞ്ചസ് ഉണ്ട്. ഇതിനെ ഒപ്റ്റൈസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്, ഇതിനെ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും ഇത് ലേൺ ചെയ്യുന്നതിലും അഡോപ്റ്റ് ചെയ്യുന്നതിലും പലപ്പോഴും നമ്മൾ പുറകിലായി പോകുന്നു എന്നുള്ള ഒരു റിയാലിറ്റിയാണ് പലപ്പോഴും സ്ഥിരമായി ബിസിനസ്സുകളെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളെപ്പോലെ ഒരാൾക്ക് കാര്യം നമ്മളുടെ ബിസിനസ്സിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. നമുക്ക് 1 ഇയർ കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് ഒരുപക്ഷെ 6 മന്ത് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാര്യം അതൊരു ഹ്യൂമൻ എഫേർട്ട് മാത്രമായി വരുന്ന സമയത്ത് ചിലപ്പം അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസും എറേഴ്സും അവരെ മാനേജ് ചെയ്യുന്നതിൻ്റെ എഫേർട്ടൊക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പ്രാക്ടിക്കലി നമുക്കിതിനെ സ്പീഡൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ബേസ് ഓഫ് AI ഉണ്ട്. Got it. I'm adding to that. ഇപ്പോൾ ഈ പ്രോസസ് ഓട്ടോമേഷൻസ് ഇപ്പോൾ ഒരു കേസിലേക്ക് വന്നപ്പോഴാണ് പ്രോസസ് ഓട്ടോമേഷൻസിൽ AIക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു മൾട്ടിനാഷണൽ ക്ലയൻറ്റ്, പുള്ളിയുടെ ഒരു അക്കൗണ്ട്സിൽ എന്ന് പറഞ്ഞാൽ ആൾക്ക് വരുന്നത് അവരുടെ ഒരു 300-400 പേഴ്സണൽസ് ഉണ്ട്. അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസസ്, അവരുടെ ബിൽസ് എന്താണോ പോകുന്നത് അത് വെച്ചാണ് ക്ലെയിം ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു എയർ ടിക്കറ്റ്സ് മെയിൽ ത്രൂ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ചെക്ക് ഇറ്റ്, അതായത് ആ ഡാറ്റാസ് ഓരോ അക്കൗണ്ടൻസ് എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, ഡാറ്റ ഫീഡ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ളതാണെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യാനാണെങ്കിൽ അവർ ആ അൽഗോരിതംസ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. ആസ് യൂഷ്വൽ അവർ എടുക്കുന്ന അവരുടെ ക്രൈറ്റീരിയയിലേക്ക് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ അപ്രൂവ് ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ റിജക്ട് ഫോർ ദർ ഫർദർ വെരിഫിക്കേഷന് വേണ്ടി. ഇപ്പോൾ അവർ അതിലേക്ക് ഒരു പ്രോസസ്സിൽ ഒരു ഓട്ടോമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. Directly the ticket will be fetched, including the fare will be fetched by the system, and it will be redirected to their next algorithm and will automatically fetch that, and their 1 month task has been cut down to 1 day. അത് ജസ്റ്റ് ഒരു ഫർദർ ചെക്കിങ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് യൂസ് കേസ് വാട്ട് ഐ എം ഫീലിംഗ് ഈസ് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഓട്ടോമേഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിറ്റി ഉള്ള ഒരു ബിസിനസ് ഓണർ അവർക്ക് സിംപ്ലി എന്ത് ഓട്ടോമേഷൻസും കൊണ്ടുവരാം. ആസ് ഐ സെഡ് ബിഫോർ, ദർ നീഡ് ടു ബി എ കൺട്രോൾ. സോ ആ കൺട്രോളിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഏതൊക്കെ സ്കിൽസ് സെറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് Mabel ma'am, what idea you was to transfer to the youngsters who are coming for the jobs or something? ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതിൽ തന്നെ അവരുടെ റിസ്ക്, ഓപ്പർച്യൂണിറ്റിയിൽ വരാൻ പോകുന്ന റിസ്ക്, അവരത് അഡോപ്റ്റ് ചെയ്യാൻ എന്തൊക്കെ സ്കിൽ സെറ്റ്സ് അവർ ഡെവലപ്പ് ചെയ്യണം, അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വരുന്നത് ആസ് എ കോർപ്പറേറ്റ്
employer. As someone who takes care of hiring in my company, ഒരാൾ പുതിയതായിട്ട് ജോലിക്ക് വരുമ്പം അവരുടെ അടുത്ത് നോക്കുന്ന സ്കിൽ സെറ്റ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് അനലിറ്റിക്കൽ എബിലിറ്റീസ് ഉണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങളുടെ കൂടുതലും ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പ്ലസ് ബീങ് അപ്ഡേറ്റഡ് വിത്ത് വാട്ട് ആർ ദ യൂസ്ഫുൾ AI tools that can help you. So for example, IT മാത്രമല്ല, say if you're someone who is working in marketing, മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് കുറേയൊക്കെ സ്ട്രീം ലൈൻ ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ ഇൻഫർമേഷനുള്ള ഒരാൾ ആണ് that candidate has a bigger, higher worthiness. One more thing I wanted to add was about what Naufal mentioned about mule accounts. See, earlier it takes so much time for banks, because I'm someone who is building somewhere the software solutions for banks to tackle these kind of problems and using AI. From that perspective, I wanted to share that earlier mule account can be, see, നമ്മൾ ഫ്രോഡെന്നും റിസ്ക്കെന്നും ഇതെല്ലാം ആൻറ്റി മണി ലോണ്ടറിംഗ് എന്നൊക്കെ പറയുമ്പം ഇതിനെല്ലാത്തിനും പിന്നാലെ മനുഷ്യന്മാരല്ല, ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഉള്ളത്. എന്താ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഫേക്ക് അക്കൗണ്ട്. ഇറ്റ്സ് എ അക്കൗണ്ട് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് യൂസിങ് either a fake identity, or sometimes it might be a very authentic account. It just landed up, getting some money from some unknown source. Now, where I see AI changing this is, instead of reactively going and, some banker, some cybercrime police official finding out and, coming and telling that this is a wrong transaction that has come in and we'll have to block your account, what RBI at the central government level, what they are trying to develop is a tool that can proactively scout transactions as and when it's happening, and know that, looking at patterns, times, geographical location, and various other parameters, identify these fraud transactions when it happens, and stop that money flow when it is getting moved from mule accounts to other original accounts. That's where, the layering that, Praveen was mentioning comes into picture. That is where AI is going to make this a lot more easier. So then you will soon not have a bank account itself getting flagged as a mule account. You might know that 4,000 rupees in this account is a fraudulent money that has come, and then the lead marking for that 4,000 rupees would happen. It is possible today with AI because AI agents are being deployed to do transaction monitoring, risk assessment on various parameters. Now there are people, it's not all agents, AI agents sitting and doing this. There are people who are, smart to bring out those conclusions, to look at patterns and train these models that are, working on doing all these monitoring systems. So it's all about human intelligence is there, but artificial intelligence takes care of what can be done at mass scale. What would otherwise take a human being 4, 5, 6 days can be done in a matter of couple of minutes using a AI agent. Thanks for that insight. My next question is to Naufal. Actually, when it comes to numbers, accountability is as important as accuracy. So, in case of AI, while we came into the AI technological thing, how can we maintain the accountability? Or is that an issue regarding accountability in case of AI? Yeah, the accountability is a funny thing now. Probably you would have seen in all over internet that many of the advocates being penalized in the court. There are about, the study says there are about 1,000 plus cases where advocates were expelled or penalized or observed using all these AI tools. But you know that AI hallucinates after some time, or some of the scenarios. Now these professionals sometimes uses the AI to present before the court, present before the authorities, and this AI creates some random case laws, which is not there exist at all. So it will create union versus XYZ guy, union versus XYZ trading company,
it creates some random case laws and gives you the output. Sometimes that has been reduced now with the development of kind of technology has been developing now. But these are the cases which courts have, marked, showed, and, penalized the professionals. Now, who takes accountability for this? Now, whether OpenAI will take it, or whether the all AI companies will take it, or somebody who's using have to take themselves, responsible for this. Now, accountability is a little bit of, the funny thing over here, actually. So why I say funny thing is, you're going to go and present to the honorable court some case laws, you quote the case laws which is not exist. So kind of laziness that we have, that we don't even read what being generated by AI, and then, simply believing on it. So, the accountability in total is at stake unless we know how to use AI in total. So conclusion on that is that if we don't know how to use AI, then we ourselves is responsible for what AI gives you back. Thank you. താങ്ക്സ് ഫോർ ഇൻസൈറ്റ് ഓൺ ദ അക്കൗണ്ടബിലിറ്റി. അതിനൊരു ക്ലാരിഫിക്കേഷൻ സാർ പറഞ്ഞതിൽ വളരെ കറക്റ്റായിട്ടുള്ള ഏരിയയാണ്. ഒരു എക്സാമ്പിളിൽ what garbage in, that garbage will be multiplied as an output. That is the formula. So in case ഇപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ കേസ് സെയിം സാർ വിരിഞ്ഞ് ഒരു ഇതിനെടുക്കാം. നമ്മളൊരു അക്കൗണ്ട്സ് അറിയുന്ന അല്ലെങ്കിൽ ഫൈനാൻസ് കേസസിലേക്ക് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയിൽ, ഇപ്പോൾ ഞാനൊരു ഗുഡ് വിൽ കാൽക്കുലേഷൻ്റെ ഒരു സിനാരിയോ വന്നിരുന്നു. ഗുഡ് വിൽ കാൽക്കുലേഷനിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് എ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് എറ്റ് മെൻഷനിങ് വാട്ട് സിനാരിയോ ദേ ആർ, അല്ലെങ്കിൽ ഇത് കൺസോൾട്ടേഷനിലാണോ, മെർജറിലാണോ, ഇല്ലെങ്കിൽ ടേക്ക് ഓവറിലാണോ, ഒന്നും കൊടുക്കുന്നില്ല. സോ ദേ ടേക്ക് എ ഗുഡ് വിൽ വാല്യുവേഷൻ ഓൺ ദാറ്റ് ആൻഡ് ദേ ആർ ടേക്കിംഗ് ദാറ്റ് വാല്യൂ as their output. So garbage has been directly input, so they will get the garbage. So there will not be any accountability on that part, except if you hire a proper expert on the same. ഇനി ജിതിൻ, ഇപ്പോൾ നമ്മുടെ ഈ എ ഐയുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ യു ആർ എൻ സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് എ ബിസിനസ് കൺസൾട്ടൻറ്റ്. സോ ക്ലയൻസിന് എ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് എ ക്ലയൻറ്റ് അപ്രോച്ച്ഡ് യു, what advice you will give him and what tools you will suggest to them? Not a specific tool, but എന്താ പറയുക, അവരുടെ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ എന്തൊക്കെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഏതെങ്കിലും ഒരു ടൂളിനെ സ്പെസിഫൈ ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് പ്രോസസ്സ് ആ ഒരു ബിസിനസ്സിനകത്തുണ്ട്, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡസ്ട്രി. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു എഡ്യൂക്കേഷൻ ആണെങ്കിൽ, ഈവൻ അവരുടെ CRM മുതൽ HRMS മുതൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മുതൽ അവരുടെ റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മുതൽ ഇയാൾ മീൻസ് ഇത്തരത്തിലുള്ള കുറേ ഏരിയാസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഏരിയകളിലൊക്കെ നമുക്ക് പല മേഖലകളിലും AI അഡോപ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഡേറ്റയെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഇവാലുവേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മളിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും പുതിയൊരു മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പല ബിസിനസ്സുകാരും ആദ്യത്തെ ഒരു 5 ദിവസം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് എന്ത് ചെയ്യുക, വലിയൊരു സമയം ഇരിക്കുക. അപ്പം ഇത് പിന്നെ ഈ എപ്പോഴും ബിസിനസ് ഓണർ അവിടുത്തെ അക്കൗണ്ട്സ് ടീമുമായിട്ട് അടിയുണ്ടാക്കുന്ന ഒരു വിഷയമാണ്, റിപ്പോർട്ട് കിട്ടിയില്ല, ലാസ്റ്റ് മന്ത് P&L കിട്ടിയില്ല, പിന്നെ എങ്ങനെയാണ് സാലറി കൊടുക്കുക, എത്രയാണ് നമുക്ക് അറിയണ്ടേ എന്ന് പലപ്പോഴും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന. എന്നാൽ ഇത് അറ്റ് എ ക്ലിക്ക് നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അൽഗോരിതംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരെ ഈസിയാണ്. അപ്പം ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ് സ്ട്രക്ചറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, റിപ്പോർട്ടുകൾ മേക്ക് ചെയ്യുന്നതിൽ ഇതിൻ്റെ, പക്ഷേ ഇത് പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഡേറ്റയെ കൃത്യമായിട്ട് എന്ത് ചെയ്യൂല, കളക്ട് ചെയ്യാത്ത സാഹചര്യം പലപ്പോഴും കാണലുണ്ട്. അപ്പോൾ ഇത്തരം ഡേറ്റയെ ഇൻബിൽറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി, അതിനെ റിപ്പോർട്ടിലേക്ക് മാറ്റുന്ന ലെവലിൽ, റിപ്പോർട്ട് ആക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ അനലൈസ് ചെയ്യുന്ന ലെവലിലേക്കും കൂടെ എത്തണം സ്വാഭാവികമായിട്ട്. എന്നിട്ട് അതിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുമ്പോഴാണ് ഒരു ബിസിനസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും ഈ P&L അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കി വെക്കുമെന്നുള്ളതല്ലാതെ ഇതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് കറക്റ്റീവ് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനാലിസിസുകളും ഇത്തരത്തിലുള്ള റിസർച്ചുകളും പലപ്പോഴും ഇതിനകത്ത് വിട്ടുപോലാണ്. അപ്പോൾ ഈ പ്രോസസ്സ് പലപ്പോഴും ഇതിലെ ഹെക്റ്റിക്കും ഓപ്പറേഷണൽ ഹെവിനെസ്സും കൊണ്ടാണ് പലരും ചെയ്യാത്തത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ടൂൾസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഞാൻ ഇവൻ പറയുന്ന HR മാനേജ്മെൻറ്റ് ഉൾപ്പെടെ, ഫൈനാൻസ് ഉൾപ്പെടെ, CRM. നമ്മൾക്ക് വരുന്ന ഈ പുതിയ കാലത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഡേറ്റ അനലിറ്റിക്സ് ആണ്. സ്വാഭാവികമായിട്ട് ഡേറ്റയിലാണ് എല്ലാ ബിസിനസ്സും കളിക്കുന്നത്.
ഈവൻ ഈ പലപ്പോഴും പല ബിസിനസ്സുകാർ ആയിട്ട് നിങ്ങൾ വീഡിയോസും എല്ലാവരുടെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ സൊമാറ്റോയുടെ മെസ്സേജ് വരാത്ത ആരും, സൊമാറ്റോ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആർക്കും ഇവിടെ ഉണ്ടാവില്ല. സ്വാഭാവികമായ ആ പുഷ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ഇതേപോലെ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് വ്യക്തമായിട്ട് ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ്, ടോട്ടൽ ഓഡിയൻസ് എല്ലാവരും നമ്മുടെ ഓഡിയൻസ് അല്ല ഒരു ആസ് എ ബിസിനസ് പെർസ്പെക്റ്റീവിൽ. അപ്പോൾ ആ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇതിനെ പുഷ് ചെയ്യാൻ വേണ്ടി, അവരെ ചൂസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ വലിയ തോതിൽ നമുക്ക് എഐയുടെ സാധ്യത ഓരോ ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ ഇൻഡസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഇപ്പോൾ മാനുഫാക്ചറിങ്ങിലാണെങ്കിൽ ഇവൻ എന്ത് പറയുന്നു, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും നമുക്ക് എഐയുടെ പല പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ബിസിനസ്സിനെ വളരെ കൃത്യമായി സെഗ്മെൻറ്റൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് പറ്റുന്ന, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന വിച്ച് കൈൻഡ് ഓഫ് AI ടൂൾസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഉണ്ട്. ഇനി നമുക്ക് തന്നെ ക്ലൗഡ് AI പോലെയുള്ള പല മെത്തേഡുകളിലൂടെ നമുക്ക് തന്നെ അതിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തുറന്ന കണ്ണുകളോടെ ഇതിനെ കാണുക. നമ്മൾക്ക് കാലത്തിന് മുമ്പേ ഓടാൻ ആവശ്യമായ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ നമ്മുടെ ടീം തന്നെ എല്ലാവർക്കും AI എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ആ ടീം നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പേസ് ഓഫ് ഗ്രോത്ത് കുറച്ചുകൂടെ വേഗത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്കൊന്ന് ഷോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫ്യൂച്ചർ ഈസ് AI എന്ന് പറഞ്ഞ സമയം ആക്ച്വലി കഴിഞ്ഞു. അവർ പ്രസൻറ്റ് ഈസ് AI എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ മാക്സിമം AIയിൽ എവിടെയൊക്കെ അഡോപ്ഷൻസ്, again I am repeating that speed is inversely proportional to control. So ഈ കൺട്രോളിൻ്റെ ഈ ഒരു പ്രൊപ്പോർഷൻ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഫിൻടെക് ഫൗണ്ടർ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന കൺട്രോളിൽ ചെയ്തു പോകുന്ന പുതിയ എന്തെങ്കിലും ഇന്നോവേഷൻസ് ഇൻ AI ഇൻ ഫിൻടെക് without breaking your confidentiality, can you please? We are helping a lot of banks to identify some of these mule account transaction monitoring അതുപോലത്തെ കുറേ കാര്യങ്ങൾ. സെക്കൻഡ്ലി ബാങ്കിങ് ലെയേഴ്സിനകത്ത് AI കൊണ്ടുവന്നിട്ട് അവരുടെ സെക്യൂർ എൻവയൺമെൻറ്റിൽ തന്നെ ട്രാൻസാക്ഷൻ വന്നാൽ ഏത് ഇൻവോയ്സിൻ്റെ അഗേൻസ്റ്റ് സ്ക്വയർ ഓഫ് ആവണം, ആ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്, ബിസിനസ് ഇൻ്റലിജൻസ് ലെയേഴ്സ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ഈസ് ബിൽഡിങ് ഇറ്റ്. ഒരു ട്രാൻസാക്ഷൻ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി വന്നാൽ അതിനെ ഓട്ടോമാറ്റിക്കലി എവിടെ റീകൺസൈൽ ചെയ്യണം, എത്ര ടാക്സ് ഡിഡക്റ്റായി, ഇതിനെല്ലാത്തിനെയും ക്ലിയർ ആയിട്ടൊരു ഡാഷ്ബോർഡ്, ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ് ഓണർ വന്ന് ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് കാണുന്ന ആ ഒരു ഇൻ്റർഫേസ് മാറിയിട്ട് ഒരു ചാറ്റ് ബേസ്ഡ് ആയിട്ട് ഒരാൾക്ക് ചോദിക്കാൻ പറ്റും, ഇന്ന് എനിക്ക് എത്ര കാശ് വരാനുണ്ട്, വന്നോ വന്നില്ലയോ എന്നുള്ള രീതിയിലോട്ടുള്ളൊരു ഇൻ്റർഫേസ്, മോർ കോൺവെർസേഷണൽ AI ബേസ്ഡ് ഇൻ്റർഫേസിലോട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുക, ബിസിനസ്സസ് മാറിക്കൊണ്ടിരിക്കുക. അലോങ് വിത്ത് ദാറ്റ് വി ആർ ചേഞ്ചിങ് ഓൾ ദി അതർ ഇൻ്റർഫേസസ് ദാറ്റ് ബിസിനസ്സസ് നീഡ് to deal with this transformation that is coming through. Okay, thank you for that. And Naufal, among the audit, what's our നമ്മുടെ ഈ current audit scenarioയിൽ people are going into chartered accountancy and ACC and all other auditing firms. ഈ AI adoptionsൽ മിക്കവാറും നമ്മുടെ സിലബസ് ഈസ് ബിഹൈൻഡ് ദാറ്റ്. നോട്ട് വാട്ട് ഐ ഫീൽ ഈസ് ഇതുവരെ ക്യാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ വരുന്ന ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്, എന്തൂസിയാസ്റ്റുകൾക്ക് ഓഡ് അഡ്വൈസ് യു ഹാവ് ടു ഗിവ് ദം. ഓക്കെ, അപ്പോൾ AI എന്ന് പറഞ്ഞിട്ട് ഒരാൾ AI എന്ന് വിളിച്ചാലും AI തലയ്ക്ക് വരുന്ന മാതിരിയുള്ള സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും ഫ്രം ദ മോർണിംഗ്. ലാസ്റ്റ് സെഷനിലും നമ്മൾ ഞാൻ ഇരുന്നിരുന്നു. വാട്ട് ദ കൺക്ലൂഷൻ വി ഗോട്ട് ഫ്രം ദാറ്റ് ഈസ് ദാറ്റ് നോ മാറ്റർ വാട്ട് എവർ ദ ടെക്നോളജി, എല്ലാ സംസാരിച്ചത് അറ്റ് ദ എൻഡ് വരുന്നത് ഹ്യൂമൻ അട്രിബ്യൂട്ട്സ്. യു ഷുഡ് ഹാവ് യുവർ ക്വാളിറ്റി, you should have your thinking capability, you should have your decision making power. These things will never change is what I believe. We might be advanced to the core in technology. നമ്മൾ എന്ത് കൊണ്ടുവന്നാലും ultimately nobody should take over beyond human beings. We all believe that human beings are the supreme creatures of the God. So ഇത് വെച്ചിട്ടാണ് ലാസ്റ്റ് സെഷൻ നമുക്ക് എന്ത് ചെയ്തത്, ക്ലോസ് ചെയ്തത്. I believe in that also. Now today AI is in finance, AI is in technology, AI is in business, AI is in life, AI is in medical, everywhere.
So the one word is AI is in life. AI is in war. AI is also in war. So we get to speculate a lot of things that is happening in the war currently. So everywhere AI is there. Now therefore what I say is, if we are pursuing a financial profession or finance profession, then if you are not adapted to the AI tools and technologies and understanding about AI, you will definitely wipe out from the market. So you need to have your basic skill set plus AI. So anything you add, you have to add AI to that to survive in the market. So as for businesses, so as for any other spectrum of our life, if we are not adapting ourselves to AI, definitely will be wiped out of the market. So for all the future professionals, be it you are going to employ somewhere, or you're starting your own profession, or maybe you're starting your own business, make sure your business or yourself are powered with the AI capabilities. Only then we'll be able to survive. So that's the kind of conclusion is from my side. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമണൈസ് ചെയ്തിട്ട്, അതായത് എ ഐയുടെ കണ്ടന്റ് അല്ലാത്തൊരു കണ്ടന്റ് ഇല്ല എന്ന പോലെയായി ഇപ്പോൾ വരുന്നത്. ഈവൻ ലിങ്ക്ഡിനോ വേറെ ഏത് പോസ്റ്റ് എടുത്താലും എ ഐ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ്സ് ആണ്. സോ ദ ക്രിയേറ്റിവിറ്റി കനോട്ട് ബി റീപ്ലേസ്ഡ്, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ക്രിട്ടിക്കൽ തിങ്കിങ് കനോട്ട് ബി റീപ്ലേസ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. ഹോപ്പ്ഫുള്ളി ഈ സെഷൻ എല്ലാവർക്കും നോളജബിൾ ആയി അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയി എന്ന് വിശ്വസിക്കുന്നു. യു ഹാവ് എനിത്തിങ്? Okay, thank you so much for that time. Thank you so much. Thank you, sir. Thank you so much. A special thanks to all the speakers here. So we would love to extend a token of love for this wonderful panel discussion on a very, very relevant topic on these days. So for that, ഈ ഒരു ഹാളിൻ്റെ പുറത്ത് ഇപ്പം കുറേ പേര് നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അകത്ത് കടന്നിരിക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ഇറ്റ്സ് എ വെരി ഹംബിൾ റിക്വസ്റ്റ്. For the people who are standing outside this hall, please settle down, please be seated. നമുക്ക് ഇനി അടുത്തത് വരാൻ പോകുന്ന സെഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെലവൻറ്റ് സെഷനാണ്. So when we are concluding this, on behalf of the entire team from ScaleUp Conclave 2026, we would love to welcome our celebrity here, a celebrity presence, and that is our own favorite Govind Padma Surya, our GP, will be presenting this token of appreciation, a small token of love from our side to all the speakers and the moderator. Welcome, sir. Starting from Praveen, PK, sir, our moderator for the session. Thank you. Can we have a loud round of applause? So he is the founder and partner of Praveen, Shabana and CO Limited. Moving on to the next, the very first speaker of the session, AI in Finance, Ms. Mabel, Chacko, COO of Open Financial Technologies. Thank you so much for being a part of this ScaleUp Conclave 2026. Welcoming CA Naufal Mahammad, founder and managing director of Naufal M and Company. So ഇവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാം, ബിക്കോസ് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഹാൻഡ്സ് ആൻഡ് പ്രാക്ടീസ് എവറിഥിങ് നമ്മളോട് കൂടെ അവർ ഷെയർ ചെയ്യാണ്, ഫോർ ടേക്കിംഗ് ഔട്ട് ടൈം ഫ്രം ദെയർ ബിസി സ്കെഡ്യൂൾസ് ആൻഡ് ബീങ് വിത്ത് us for this ScaleUp Conclave, which means a lot to everybody here. Last but not the least, let me welcome Mr. Jithin George, strategic business consultant from